മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കസേരക്കളി, കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള അടി മറ്റൊരു ദിശയിലേക്കാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ്റെ വീട്ടിൽ തടിച്ചുകൂടിയ ആളുകൾ, പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഒക്കെ നാം കണ്ടതാണ്. ആ സമയത്ത് വി.ഡി. സതീശൻ്റെ വീടും വലിയ ചർച്ചയായി മാറി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് വി.ഡി. സതീശൻ്റെ വീട്. അതോടൊപ്പം പിണറായി വിജയൻ്റെ വീടും കൂടി കാണിച്ചാണ് പ്രത്യേകിച്ച് CPM സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് മാത്രമാണോ ഓഡിറ്റിംഗ് ഉള്ളൂ, വി.ഡി. സതീശന് ഓഡിറ്റിംഗ് ഇല്ലേ എന്ന ചോദ്യമാണ് മാധ്യമങ്ങളോട് CPMൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ വീടും ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. ഒപ്പം പിണറായി വിജയൻ്റെ വീട് കൂടി ചർച്ചയായി മാറിയിട്ടുണ്ട്. ചർച്ചയായി എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ്റെ വീടിനെ കുറിച്ച് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന വാർത്തകൾ, ആ വാർത്തകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തൊക്കെ അപവാദങ്ങളാണ് പിണറായി വിജയനെതിരെ പറഞ്ഞത്. എന്നാൽ വി.ഡി. സതീശൻ്റെ വീട് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത്. ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വി.ഡി. സതീശൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇതുമാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു ഓഫീസ് കെട്ടിടവും കൂടിയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. 100ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഗ്രൗണ്ടോടുകൂടിയ ഓഫീസ് കെട്ടിടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും അത്രയൊന്നുമില്ല എന്ന് കണ്ടവർക്ക് മനസ്സിലാകും. കുറച്ച് അതിശയോക്തി കലർന്ന പ്രചാരണമാണ് ഓഫീസ് കെട്ടിടത്തെക്കുറിച്ച് നടക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. ഓഫീസ് കണ്ട ആർക്കും അത് മനസ്സിലാകും. എന്നിരുന്നാലും വീടിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വിവാദങ്ങളും ചർച്ചകളും ഒരുപക്ഷെ വി.ഡി. സതീശൻ തന്നെ മറുപടി പറയേണ്ട തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇതിനിടയിൽ മറ്റൊരു ചിത്രവും കൂടി പുറത്തു വരുന്നുണ്ട്. അത് പിണറായി വിജയൻ്റെ വീടിൻ്റെ ചിത്രങ്ങളാണ്. അതും കൂടി പ്രേക്ഷകർക്ക് കാണാം. എന്ന് വെച്ചാൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് രണ്ട് വീടുകളും തമ്മിലുള്ള താരതമ്യം. സോഷ്യൽ മീഡിയയിൽ CPMൻ്റെ സൈബർ ഇടങ്ങളിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിണറായി വിജയൻ്റെ ആലുവാദേശത്തെ മണിമന്ദിരം, ഓഹോ, റിമോട്ട് ഗേറ്റ് ഉണ്ട്, വീടിന് സുരക്ഷാ ജീവനക്കാരുണ്ട്, എന്തൊരു ആർഭാടമാണ്. കൊട്ടാര സമാനമായ വീടിനകത്തേക്ക് പ്രവേശനം സാധ്യമല്ല. അടുത്തിടെ വീട് കാണാൻ വരുന്നവരെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. ഇവർക്ക് ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം? ഇനി ലേശമൊന്ന് മാറ്റിപ്പിടിച്ചാലോ? വി.ഡി. സതീശൻ്റെ ആലുവാദേശത്തെ മണിമന്ദിരം, അതിനെന്താണ്? ഇതൊരു സാധാരണ വീടല്ലേ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ആരും ഇത് പറവൂരിലെ ദേവരാഗം വീടല്ല തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഫോട്ടോ കമൻറ്റിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസ് കെട്ടിടത്തിൻ്റെ വീട് കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ. അടുത്തൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. അതും ഇതുപോലെ വലിയ തോതിൽ വീടിനെ വിമർശിച്ചുകൊണ്ടുള്ളതാണ്. സതീശൻ്റെ വീട് ഇന്നായിരിക്കും എന്നെപ്പോലുള്ള ഒട്ടനവധി പേർ കാണുന്നത്. പിണറായി വിജയൻ്റെതല്ലാത്ത റിമോട്ട് കൺട്രോളിൽ തുറക്കുന്ന രമ്യകർമ്മം കാട്ടി മാസങ്ങളോളം ചർച്ച ചെയ്ത ഒരു മാധ്യമങ്ങളും ഇതിനു മുമ്പ് ഈ വീട് നമ്മളെ കാണിച്ചിട്ടില്ല. ഇത്ര വലിയ വീട് നിർമ്മിക്കാനുള്ള സോഴ്സ് എന്താണെന്ന് അവർ അന്വേഷിച്ചിട്ട് പോലുമില്ല. മാധ്യമങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കൾക്കും മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണിത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. അതിനുശേഷം അതിന് നിരവധി കമൻറ്റുകൾ കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ്റെ ഓഫീസ് കെട്ടിടത്തെക്കുറിച്ചുള്ള ഫോട്ടോയും കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആലുവയിലെ വീടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറവൂരിൽ 100 കാറിലധികം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വിശാലമായ ദേവരാഗത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവരാഗത്തിൻ്റെ എന്ന് വെച്ചാൽ പറവൂരിലെ വി.ഡി. സതീശൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളും കാർ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്. അത് CPM സൈബർ കമ്മ്യൂൺ എന്ന പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നു: മലയാളി ആദ്യമായി ആയിരിക്കും ആലുവാദേശത്തുള്ള വി.ഡി. സതീശൻ്റെ വീട് കണ്ടിട്ടുണ്ടാകുക. പിണറായി വിജയൻ ഇല്ലാത്ത കൊട്ടാരം അന്വേഷിച്ചു പോയ ആർക്കും സതീശൻ്റെ കൊട്ടാര സമാനമായ വീടിനെപ്പറ്റി, അത് പണിയുന്നതിന് അയാൾക്കുള്ള പണത്തിൻ്റെ സോഴ്സിനെപ്പറ്റി ഒരാശങ്കയുമില്ല. എന്താ അല്ലേ? ഇതൊക്കെയാണ് പ്രിവിലേജ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കമൻ്റല്ല, പോസ്റ്റാണ്. മുഹമ്മദ് ബഷീർ എന്നാളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയനുള്ളതുപോലെ റിമോട്ട് കൺട്രോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ഇല്ല. അയ്യേ ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രോൾ മോഡലിൽ ഫേസ്ബുക്കിൽ വന്ന മറ്റൊരു പോസ്റ്റാണ്. അതിനുശേഷം റെഡ് ബീൽസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ്: സതീശന് രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ വേറെ ബിസിനസ് ഒന്നുമില്ല
എന്നാണ് വിശ്വാസം. പക്ഷേ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം നോക്കൂ, ഇനി അകത്ത് എന്തൊക്കെ സൗകര്യമുണ്ടാകും. പിണറായിയുടെ വീട് സുജിത് ഭക്തൻ ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതിൽ കാണാം. അതും ഇതും താരതമ്യം ചെയ്താൽ ആർക്കാണ് രാഷ്ട്രീയം കൊണ്ട് നേട്ടമുണ്ടായത് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയ വിമർശനവും കൂടി ഉന്നയിക്കുന്നുണ്ട്. പുനർജനി ഫണ്ട് വിനിയോഗിക്കാനുള്ള യോഗം ഈ വീടിനായിരുന്നു എന്ന് വെച്ചാൽ വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. പിണറായി വിജയൻ്റെ വീടും അതോടൊപ്പം വി.ഡി. സതീശൻ്റെ വീടും താരതമ്യം ചെയ്തുകൊണ്ട് നജീം സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ വീട് കണ്ടോ, താഴെ ഒരു ചന്തവുമില്ലാത്ത ഒരുമാതിരി വീട്. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളുടെ വീടാണ് മുകളിൽ. ഹോ, കോളമയർ കൊണ്ടുപോയി, എന്തൊരു ചന്തമുള്ള ഒരു രമ്യകർമ്മ്യം, അല്ല കൊട്ടാരം. ഹോ, നമ്മുടെ മുഖ്യമന്ത്രി ഈ കൊട്ടാരത്തിലായിരുന്നില്ലല്ലോ എന്നൊരു നിരാശ വന്നെന്നെ പൊതിഞ്ഞു. അപ്പോഴാണ് ഓർത്തത്, ഹൈക്കമാൻഡ് വിചാരിച്ചാൽ കൊട്ടാരത്തിലുള്ള ആളെ തന്നെ മുഖ്യമന്ത്രിയാക്കാമല്ലോ. കോൾമയർ കൊള്ളിക്കുന്ന ആ വാർത്തയ്ക്ക് വേണ്ടി കട്ട വൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെ മറ്റൊരു പോസ്റ്റ് ഷിനോയ് ചന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നന്നായി പോസ്റ്റുകൾ ചെയ്യുന്ന ആളുടെ പോസ്റ്റാണ്. ഒരു പഴയ ലോംബി സ്കൂട്ടറുമായി പറവൂരിൽ വന്നിറങ്ങിയ ആളിൻ്റെ ഇപ്പോഴത്തെ കൊച്ചുകുടിൽ എന്താ അല്ലേ, രണ്ടാമത്തെ ആലുവയിലുള്ളത് ആണത്രേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ്. അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി തർക്കം മറ്റൊരു വിഷയം കൂടി ചർച്ചയ്ക്ക് ഇടയാക്കി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് തന്നെ എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ വീടിനെ കുറിച്ച് മാസങ്ങളോളം ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. വീട് കാണാൻ മാധ്യമപ്രവർത്തകർ പോയിരുന്നു, അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, CPM പ്രവർത്തകർ തടയുന്നു തുടങ്ങിയ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങൾ വരെയുണ്ട് കേരളത്തിൽ. അങ്ങനെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് വി.ഡി. സതീശൻ്റെ ഈ വീടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യമാണ് CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ്റെ വീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്.